ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസത്തെ അറിയുക. മനസ്സിൻ്റെ നിലയാണ് ശ്വാസമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇപ്പോഴത്തെ മനോനില നമ്മുടെ ശ്വസനത്തിൻ്റെ ഗതിയിലൂടെ നമുക്ക് നിരീക്ഷിച്ചറിയാൻ സാധിക്കും. ആ ശ്വാസത്തെ ശാന്തമാക്കുക, കുറെ കൂടി ഡീപ്പാക്കുക. അതിന് ആഴവും പരപ്പും ഉണ്ടാവട്ടെ. മുറിഞ്ഞ ശ്വാസം, നീളം കുറഞ്ഞ ശ്വസനം എല്ലാം അടങ്ങാത്ത മനസ്സിൻ്റെ പ്രതിഫലനങ്ങളാണ്. അടങ്ങാത്ത വൈകാരിക മണ്ഡലങ്ങളുടെ അവയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ശ്വസനത്തെ നീളം ഉള്ളതാക്കുക. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി അത്യുന്നത ദൈവബോധത്തെ പ്രാപിച്ച അസെൻഷനിലെത്തിയ എല്ലാ ഗുരുക്കന്മാരെയും ഹൃദയം കൊണ്ട് വന്ദിച്ച് നമുക്ക് ഗുരുമന്ത്രം ചൊല്ലാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ ശ്രീ ഗുരുഭ്യോ ഓം ശ്രീ ഗുരുഭ്യോ. നമ്മുടെ നാഡികളെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായും 3 നാഡികളാണുള്ളത്: ഇടനാഡി, പിംഗലനാഡി, സുഷുമ്നാ നാഡി. ഇടനാഡി ഇടതുവശത്തുകൂടെയും പിംഗലനാഡി വലതുഭാഗത്തുകൂടെയും സുഷുമ്ന സെൻട്രലിലൂടെയാണ് പോകുന്നതെന്ന് നമുക്കറിയാം.
എല്ലാ നാഡികളും ആരംഭിക്കുന്നത് നാഭീചക്രത്തിൽ നിന്നും 4 വിരൽ താഴെ. മണിപ്പൂരക ചക്രത്തിൻ്റെ 4 വിരൽ താഴെയുള്ള ഭാഗത്താണ് നാഡികളുടെ ആരംഭം. ഇടനാഡി ഇടത് നാസാരന്ധ്രത്തിലേക്കും പിംഗലനാഡി വലത് നാസാരന്ധ്രത്തിലേക്കും വന്ന് ആജ്ഞാചക്രയിൽ അത് യോജിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലൂടെ സുഷുമ്ന സെൻട്രൽ ചാനലായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇടതുവശത്തുള്ള ഇടനാഡി ചന്ദ്രമണ്ഡലവുമായും വലതുവശത്തുള്ള പിംഗലനാഡി സൂര്യമണ്ഡലവുമായും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പിംഗലനാഡി ആക്റ്റീവായിരിക്കുന്ന സമയത്ത് സൂര്യൻ്റെ ആധിപത്യം നമ്മളിൽ ഉണ്ടാവുകയും അഗ്നി കൂടുകയും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള എനർജി നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇടനാഡി ആക്റ്റീവായിരിക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് ആക്റ്റീവായിരിക്കുകയും പാസീവ് മൈൻഡ് ആക്റ്റീവായിരിക്കുകയും ചന്ദ്രമണ്ഡലം കൂടുതൽ ആക്റ്റീവായിരിക്കുകയും ധ്യാനം, മന്ത്രജപം പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായി ഫലപ്രദമായും ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പൂർവികരായിട്ടുള്ള യോഗീവര്യന്മാരെ, ആത്മജ്ഞാനം സിദ്ധിച്ച ഗുരുക്കന്മാരെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, കൂടുതലും ധ്യാനവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ചന്ദ്രൻ്റെ ബലം കൂടിയിരിക്കുന്ന സമയം, അതായത് രാത്രിയിലാണ് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. യേശുവിനെ എടുത്താലും മറ്റേത് ഗുരു പരമ്പരയെ നോക്കിയാലും നമുക്കത് അറിയാൻ പറ്റും. രാത്രിയിലാണ് കൂടുതലായിട്ടത് സംഭവിച്ചിരുന്നത്. പകൽ സമയം പ്രവൃത്തി ചെയ്യാൻ, അതായത് സൂര്യൻ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത്. ഇതാദ്യം മനസ്സിലാക്കുക. ഇനി ഇതിന് രണ്ടിനും മധ്യത്തിലൂടെ സുഷുമ്നായിലൂടെയാണ് അസെൻഷൻ സാധ്യമാകുന്നത്. സെൻട്രൽ ചാനലിലൂടെ നമ്മൾ സഹസ്രാരത്തിലെത്തി, അവിടെ നിന്നും നമ്മുടെ സോൾ സ്റ്റാർ ചക്രയിലെത്തി, അവിടെ നിന്നും അസെൻഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പുരുഷന്മാരെ സംബന്ധിച്ച് പിംഗലനാഡി വെള്ള നിറത്തിലും വലതുഭാഗം ഇടനാഡി ചുവപ്പ് വർണ്ണത്തിലുമാണ് ധ്യാനിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് ഇത് നേരെ തിരിച്ചാണ്. പിംഗലനാഡി ചുവപ്പ് വർണ്ണത്തിലും വലതുഭാഗം ഇടനാഡി വെള്ള നിറത്തിലും ആണ് ധ്യാനിക്കുന്നത്. ഇതിന് രണ്ടിനും മധ്യത്തിലായി സുഷുമ്ന നാഡി സഞ്ചരിക്കുന്നു. അത് നീലവർണ്ണത്തിലാണ് സങ്കല്പം. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ബോധം ആ സുഷുമ്നായിലൂടെ സഞ്ചരിക്കുമ്പോൾ ശിവതത്വത്തിലേക്ക്, രണ്ട് നാഡികളെയും ഭേദിച്ചുകൊണ്ട് ശിവതത്വത്തിലേക്ക് ഒന്നായി ചേരുമ്പോഴാണ് ആ നീലപ്രകാശമൊക്കെ ഇടയ്ക്ക് ദർശിക്കാനുള്ള സാധ്യതയുണ്ടാകും. സുഷുമ്നായിലൂടെയാണ് അസെൻഷൻ നടക്കുന്നത്. ബൈബിളിലേക്ക് വരുമ്പോൾ 2 കള്ളന്മാരുടെ നടുക്ക് തറയ്ക്കപ്പെട്ട യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. യേശുവാണ് ഉയർത്തെഴുന്നേക്കുന്നത്, നടുവിലിരിക്കുന്ന ആളാണ് ഉയർത്തെഴുന്നേക്കുന്നത്. സുഷുമ്നായിലൂടെയാണ് അസെൻഷൻ. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുക്കമുള്ളതെന്ന് പറയുന്നത് ഈ സുഷുമ്നയെക്കുറിച്ചാണ്. സെൻട്രൽ ചാനലിലൂടെയാണ് അസെൻഷൻ. നീലവർണ്ണമാണ് സുഷുമ്നയുടെ സങ്കല്പം. നമുക്ക് പൂർണ്ണമായിട്ടും സെൻട്രൽ ചാനലിലേക്ക് എത്തിക്കാം നമ്മുടെ ബോധത്തെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെക്കുറിച്ച് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഏത് നാഡിയാണ് കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ചിലരെ സംബന്ധിച്ച് ചന്ദ്രനാണ്, ചിലർക്ക് സൂര്യനാണ്. അപ്പോൾ കുറവുള്ളതിനെ കൂടുതലായിട്ട് ആ നോസ്ട്രൽ ബ്രീത്തിങ്ങിലൂടെ, ആ നാസാദ്വാരത്തിലൂടെ ബ്രീത്ത് ചെയ്ത് ആ വർണ്ണത്തിൽ സങ്കല്പം കൊണ്ടുവന്ന് അത് ആക്റ്റീവാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ സുഷുമ്നായിലേക്ക് നമ്മുടെ ബോധത്തെ കൊണ്ടുവരാം. മണിപ്പൂര ചക്രത്തിന് 4 വിരൽ താഴെ ബാക്കിലായി സങ്കല്പം കൊണ്ടുവരിക. അവിടെ നിന്നും സാവധാനം നീല നിറമുള്ള ഒരു പ്രകാശം സുഷുമ്നായിലൂടെ പോകുന്ന
ആ ചാനലിൻ്റെ വണ്ണം എന്ന് പറയുന്നത് സുഷുമ്നാ നാഡിയുടെ ഒരു ഫൗണ്ടൻ പെൻ്റെ വണ്ണമാണ് സങ്കല്പിക്കുന്നത്. നമുക്കറിയാം, മഷി ഒഴിച്ചെഴുതുന്ന സാധാരണ ഒരു പേനയുടെ വണ്ണമാണ് ആ ചാനലിനുള്ളത്. അത് അനാഹതത്തിൽ വരുമ്പോൾ അതിന് അല്പം കൂടി വികാസമുണ്ടാകുന്നു. അപ്പോൾ മണിപ്പൂര ചക്രത്തിൻ്റെ പിന്നിലായി 4 വിരൽ താഴെ ബോധമുറപ്പിക്കുക. നീല നിറത്തിലുള്ള ഒരു ചെറിയ പ്രകാശം അവിടെ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നത്, ആവിർഭവിക്കുന്നത് സങ്കല്പിക്കുക. ഫീൽ ദ ബ്ലൂ ലൈറ്റ്. ആ പ്രകാശം മെല്ലെ ഉയർന്ന് സുഷുമ്നായിലൂടെ ഉയർന്ന് മണിപ്പൂരക ചക്രത്തിലെത്തി. നാഭീ ചക്രത്തിൽ പ്രവേശിച്ച് നാഭീചക്രത്തിൻ്റെ സകല ഇമ്പ്യൂരിറ്റീസിനെയും ഭേദിച്ചുകൊണ്ട് മണിപ്പൂരകത്തിൻ്റെ സകല അശുദ്ധിയെ നീക്കി സാവധാനം സുഷുമ്നായിലൂടെ നീലപ്രകാശം അനാഹതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഫീൽ ദ ബ്ലൂ ലൈറ്റ്. അനാഹതത്തെ നീലവർണ്ണമാക്കി മാറ്റി അസൻഷനിലേക്ക് സകല അശുദ്ധിയെ നീക്കി കളഞ്ഞുകൊണ്ട് നീലപ്രകാശം, ബ്ലൂ ലൈറ്റ്, the ascending blue light through സുഷുമ്ന, സുഷുമ്നയിലൂടെ അസൻഷനിലേക്ക് പോകുന്ന നീലപ്രകാശം അനാഹതത്തെ മറികടന്നു, അനാഹതത്തിൻ്റെ എല്ലാ വാസനകളെയും മറികടന്നു പൂർവജന്മ കർമാർജിതങ്ങളായ സകല വാസനകളെയും, പാരമ്പര്യത്താൽ ബന്ധിതമായ സകല വാസനകളെയും മറികടന്നു നീലപ്രകാശം വിശുദ്ധി ആകാശമണ്ഡലത്തിലേക്ക്, വിശുദ്ധി ചക്രയിലേക്ക് പ്രവേശിക്കട്ടെ. Enter into the space element, into Vishuddhi chakra. Feel it and sense it. ആകാശത്തിലെ സകല അശുദ്ധി
സഞ്ചിത കർമ്മങ്ങളിലൂടെ ആർജിത കർമ്മങ്ങളിലൂടെ വന്ന സകല അശുദ്ധിയെയും നീക്കം ചെയ്യുവാൻ സമർപ്പിച്ചു കൊടുക്കുക, വിട്ടുകൊടുക്കുക. ആ സംഘർഷണത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുക. പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടി സമർപ്പിക്കുക നീലപ്രകാശത്തിലേക്ക്. അസെൻഷനിലേക്ക് പോകുന്ന ഒരു വാഹനത്തിൽ സകലതും ഉപേക്ഷിച്ച് ചാടിക്കയറുന്നത് പോലെ ഇതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പിടുത്തങ്ങളെയും വിട്ടുകൊണ്ട് നീലപ്രകാശത്തിലേക്ക് പ്രവേശിക്കുക. Feel the moving blue light cleansing your space. നിങ്ങളുടെ ആകാശമണ്ഡലത്തെ ശുദ്ധമാക്കി അതിനെ മറികടന്നുകൊണ്ട്, അതിൻ്റെ എല്ലാ പിടുത്തങ്ങളെയും മറികടന്നുകൊണ്ട് ആ നീലപ്രകാശം സാവധാനം ആജ്ഞാചക്രയിലേക്ക് just feel it and sense it. Feel the blue light at your ajna. Feel it and sense it. നീലപ്രകാശം ആജ്ഞാചക്രയിൽ നിന്നും സാവധാനം സഹസ്രാര പത്മത്തിലേക്ക്, ക്രൗൺ ചക്രയിലേക്ക്, ascending into the crown. The blue light is ascending into your crown chakra. Feel the light. Feel the blue light at your crown, spreading there, spreading there, spreading there. Ascending, ascending, ascending.
and connecting to your source, be connected, ഉറവിടവുമായി കണക്ട് ചെയ്യുക, ഉറവിടത്തിലേക്ക് ലയിക്കുക, ascend, ഉറവിടത്തിലേക്ക് ലയിക്കുക, നീലപ്രകാശമായി ഉറവിടത്തിലേക്ക് ചെന്നു ചേരുക, നീലപ്രകാശമായി സുഷുമ്നയിലൂടെ സഹസ്രാരപത്മത്തെയും ഭേദിച്ച് ഉറവിടത്തിലേക്ക് ലയിക്കുക, ശുദ്ധി പ്രാപിക്കുക, ആത്മശുദ്ധിയെ പ്രാപിക്കുക. ഉറവിടവുമായി ലയിച്ചു നിന്നുകൊണ്ട് ആത്മാവിനെ വീണ്ടെടുക്കുക, ഉറവിടത്തിലേക്ക് ലയിച്ച് ആത്മാവിനെ വീണ്ടെടുക്കുക, ഉറവിടത്തിലേക്ക് ലയിച്ച് നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള സോളിനെ വീണ്ടെടുക്കുക, അതിൻ്റെ ബ്ലിസ്ഫുൾനെസ്സിലേക്ക്, സകല ബുദ്ധിക്കും അതീതമായ സമാധാനത്തിലേക്ക് വീണ്ടെടുക്കുക, പുനർജനിക്കുക, വീണ്ടും ജനിക്കുക. റിട്രീവ് യുവർ സോൾ, പുനർജനിക്കുക. Retrieve your soul into its purity. പുനർജനിക്കുക. Be connected and stay connected. ഉറവിടമായി കണക്ട് ചെയ്തേയിരിക്കുക, ഉറവിടമായി കണക്ഷനിലായിരിക്കുക. പരമാത്മാവിൽ നിന്ന് വരുന്ന ദൈവിക പ്രകാശം താഴേക്ക് സഹസ്രാരപത്മത്തിലേക്ക് സഹസ്രാരത്തിൽ നിന്നും ആജ്ഞാചക്രയിലേക്ക് ആജ്ഞാചക്രയിൽ നിന്നും വിശുദ്ധി ചക്രയിലേക്ക് ഡിവൈൻ ലൈറ്റ് ഡിസെൻഡിങ് താഴേക്ക് പരമാത്മ സംയോഗത്തിൽ നിന്ന് ലഭിച്ച ദൈവിക പ്രകാശം താഴെ ഓരോ ബോധമണ്ഡലങ്ങളിലേക്ക്, ഓരോ ഊർജ കേന്ദ്രങ്ങളിലേക്കും ഇറങ്ങട്ടെ, വിശുദ്ധിയിലേക്ക് ഇറങ്ങട്ടെ. നിങ്ങളുടെ ആകാശ എലമെന്റിലേക്ക്, വിശുദ്ധി ചക്രയിലേക്ക് ഇറങ്ങട്ടെ. ലീവ് എവരിത്തിങ് വിച്ച് ഈസ് പ്രിവെൻറ്റിംഗ് ദ ഡിവൈൻ ലൈറ്റ്. ആ ദൈവിക പ്രകാശത്തിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാത്തിനെയും ഉപേക്ഷിക്കുക. ആ പ്രകാശത്തിന് പ്രവേശിക്കുവാൻ, അതിനവിടെ വാസമുറപ്പിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന സകല ഇമ്പ്യൂരിറ്റീസിനെയും ഉപേക്ഷിക്കുക. ലെറ്റ് ഇറ്റ് ഡിസെൻഡ്. നിങ്ങളുടെ വിശുദ്ധിയിലേക്ക് അത് പ്രവേശിക്കട്ടെ, അവിടെ പ്രകാശിപ്പിക്കട്ടെ, അവിടെ വ്യാപിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിക്കുക. വിശുദ്ധി ചക്രയിൽ നിന്നും അനാഹതയിലേക്ക്
ദൈവിക പ്രകാശം അനാഹതയിലേക്ക്. സോൾ റിട്രീവ് ചെയ്യപ്പെടട്ടെ. സോൾ വീണ്ടെടുക്കപ്പെടട്ടെ. അനാഹതത്തിലെ സകല ഭാരങ്ങളെ ഉപേക്ഷിക്കുക. ആ പ്രകാശത്തെ പ്രവേശിക്കുവാനും അവിടമാകെ വ്യാപരിക്കുവാനും അനുവദിക്കുക. അത്യുന്നത ദൈവിക പ്രകാശം അനാഹതത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇനി തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും തൂത്തെറിഞ്ഞ് കളയുക, ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിക്കുക. Divine light descend into your anahata. The holy light, the purifying light, the transforming light, ശുദ്ധീകരിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന പ്രകാശം അനാഹതത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങി നിറയട്ടെ, 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 നിറയട്ടെ. Permit the divine light into your heart chakra. സമർപ്പിക്കുക, വിട്ടുകൊടുക്കുക, വിട്ടുകൊടുക്കുക. പ്രകാശത്താൽ നിറയുക, പ്രകാശത്താൽ നിറയുക. ഇരുട്ടിൻ്റെ അന്ധകാര ശക്തികളെ ആട്ടിക്കളയുക. വീണ്ടും വീണ്ടും ഇടിച്ചു കയറാൻ ശ്രമിക്കുന്ന ദുരാത്മശക്തികൾ, നോൺ ഫിസിക്കൽ ബീയിങ്സ് ആട്ടിക്കളയുക. സോളിനെ വീണ്ടെടുക്കുക. പ്രകാശത്തിലേക്ക് വീണ്ടും ജനിക്കുവാൻ അനുവദിക്കുക. ദൈവിക പ്രകാശത്തിന് അവകാശം പറയാവുന്ന തരത്തിൽ ഹൃദയത്തെ സമർപ്പിക്കുക. ഇതെൻ്റെ വാസസ്ഥലമാണെന്ന് അവകാശം പറയാൻ ഉറപ്പിക്കുന്ന തരത്തിൽ ഹൃദയത്തെ സമർപ്പിക്കുക. ഡിവൈൻ സോൾ, ഡിവൈൻ സോൾ, ഡിവൈൻ സോൾ, ഡിവൈൻ സോൾ, the Holy Spirit, the holy fire, holy fire, holy breath, holy breath, holy breath, pervade, വ്യാപിക്കട്ടെ. വിട്ടുകൊടുക്കുക. എടുത്തുകൊള്ളുവാൻ പറഞ്ഞ് വിട്ടുകൊടുക്കുക. നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലം, കാലങ്ങളായി നിന്നെ ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ സ്ഥലം, അങ്ങോട്ട് പ്രവേശിക്കുക, അവിടെ താമസിക്കുക. The Holy Spirit, the Holy Breath, enter, enter, enter and spread. അനാഹത ചക്രയിൽ നിന്നും മണിപ്പൂരക ചക്രയിലേക്ക്, അഗ്നിമണ്ഡലത്തിലേക്ക് അത്യുന്നത ദൈവിക പ്രകാശം ഇറങ്ങട്ടെ, 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 പ്രകാശിപ്പിക്കട്ടെ. അഗ്നിമണ്ഡലം പ്രകാശിക്കട്ടെ, ശുദ്ധമാവട്ടെ. The divine light enter into your fire. അഗ്നിതത്വം പ്രകാശിക്കട്ടെ, അഗ്നിതത്വം പ്രകാശിക്കട്ടെ, അഗ്നിതത്വം പ്രകാശിക്കട്ടെ. ഓം ഭൂർഭുവസ്വഹ അഗ്നിർജാത വേദ ഇഹാവഹ സർവകർമാണി സാധയ സ്വാഹ. ഓം ഭൂർഭുവസ്വഹ അഗ്നിർജാത വേദ ഇഹാവഹ സർവകർമാണി സാധയ സ്വാഹ. ഓം ഭൂർഭുവസ്വഹ അഗ്നിർജാത വേദ ഇഹാവഹ സർവകർമാണി സാധയ സ്വാഹ. അഗ്നിതത്വം പ്രകാശിക്കട്ടെ, അഗ്നിതത്വം പ്രകാശിക്കട്ടെ. അശുദ്ധി കത്തിച്ചാമ്പലാവട്ടെ, അശുദ്ധി കത്തിച്ചാമ്പലാവട്ടെ. സകല അശുദ്ധിയും, സോളിനെ പൊസസ് ചെയ്ത് വെച്ചിരിക്കുന്ന സകല അശുദ്ധിയും, പ്രകാശത്തിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന സകല അശുദ്ധിയും അഗ്നിയിൽ കത്തിച്ചാമ്പലാവട്ടെ.
സോൾ വീണ്ടെടുക്കപ്പെടട്ടെ. സോൾ റിട്രീവൽ സംഭവിക്കട്ടെ. അഗ്നിതത്വം പ്രകാശിക്കട്ടെ. അഗ്നിതത്വം പ്രകാശിക്കട്ടെ. അഗ്നിതത്വം പ്രകാശിക്കട്ടെ. മണിപൂരക ചക്രയിൽ നിന്ന് സ്വാധിഷ്ഠാന ചക്രയിലേക്ക്, ജലമണ്ഡലത്തിലേക്ക് ദൈവിക പ്രകാശം ഇറങ്ങട്ടെ. നിങ്ങളുടെ ജലകണികകളിലേക്ക്, ഓരോ ജലതന്മാത്രകളിലേക്കും ദൈവിക പ്രകാശം ഇറങ്ങട്ടെ. സകല ഇമോഷൻസും, പ്രകാശത്തിന് തടസ്സമായി നിൽക്കുന്ന സകല നെഗറ്റീവ് ഇമോഷൻസും, വൈകാരികമായ ബന്ധനങ്ങളും, നോൺ ഫിസിക്കൽ പ്ലെയിനിൽ നിന്ന് വന്നിരിക്കുന്ന സകല കെട്ടുകളും ദൈവിക പ്രകാശത്തിൽ കത്തിയെരിഞ്ഞു പോകട്ടെ. സമർപ്പിക്കുക. നിങ്ങളുടെ ജലമണ്ഡലത്തെ, ജലകണികകളെ വിട്ടുകൊടുക്കുക. ദൈവിക പ്രകാശം അതിലേക്ക് കയറട്ടെ. അത്യുന്നത ദൈവിക പ്രകാശം ഇറങ്ങട്ടെ. ജലകണികകളിലേക്ക് ദൈവിക പ്രകാശം ഇറങ്ങട്ടെ. ജലത്തിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവട്ടെ. സർക്കുലേറ്റ് ചെയ്യപ്പെടട്ടെ. ദൈവിക പ്രകാശത്താൽ നിറഞ്ഞ ജലകണികകൾ സർക്കുലേറ്റ് ചെയ്യപ്പെടട്ടെ. ദൈവിക പ്രകാശത്താൽ ലോഡഡായ ജലകണികകൾ സർക്കുലേറ്റ് ചെയ്യപ്പെടട്ടെ. അശുദ്ധമായ പാരമ്പര്യ ബന്ധനങ്ങളെ വിട്ടൊഴിയുക. അശുദ്ധമായ ടെൻഡൻസികളെ വിട്ടൊഴിയുക. ജലതന്മാത്രകൾ പ്രകാശിക്കട്ടെ. ദൈവിക പ്രകാശം കൊണ്ട് പ്രോഗ്രാം ചെയ്യപ്പെടട്ടെ. ഓരോ കണികകളിലേക്കും ദൈവിക പ്രകാശം ഇറങ്ങട്ടെ. അത് സർക്കുലേറ്റ് ചെയ്യപ്പെടട്ടെ. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സർക്കുലേറ്റ് ചെയ്യപ്പെടട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ നദിയായി ഒഴുകട്ടെ. പ്രകാശത്താൽ നിറഞ്ഞ് ജലകണികകൾ ജീവജല നദിയായി മാറട്ടെ. ജലകണികകൾ ഒന്ന് ചേർന്നു ജീവജല നദി രൂപപ്പെടട്ടെ. ജലകണികകൾ ഒന്ന് ചേർന്ന് ജീവജല നദി രൂപപ്പെടട്ടെ. ജീവജലം, ജീവജലം filled with the divine light. ജീവജലം filled with the divine light. ദൈവിക പ്രകാശം നിറയുമ്പോൾ അത് ജീവജലമായി രൂപാന്തരപ്പെടുന്നു. ദൈവിക പ്രകാശം നിറഞ്ഞ് ജീവജലമായി രൂപാന്തരപ്പെടട്ടെ. ദൈവിക പ്രകാശത്താൽ നിറഞ്ഞ് ജീവജല നദിയായി രൂപപ്പെടട്ടെ. അത്യുന്നതമായ ദൈവിക പ്രകാശം മെല്ലെ മൂലാധാര ചക്രയിലേക്ക്, നിങ്ങളുടെ ഭൂമി മണ്ഡലത്തിലേക്ക് പ്രവേശിക്കട്ടെ. പ്രവേശിക്കട്ടെ. ഭൂമി മണ്ഡലത്തിലേക്ക്, മാംസത്തിലേക്ക്, അസ്ഥിയിലേക്ക്, മജ്ജയിലേക്ക് ദൈവിക പ്രകാശം ഇറങ്ങട്ടെ. എൻ്റെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയും ആ പ്രകാശം ഇറങ്ങുമ്പോൾ അത് സംഭവിക്കുകയാണെന്ന് അറിയുക. ഇനി മുതൽ പാരമ്പര്യത്തിൻ്റെതല്ല,
belong to the divine light. ദൈവിക പ്രകാശത്തിൻ്റെ മാംസം, ദൈവിക പ്രകാശത്തിൽ നിന്നുള്ള അസ്ഥി. ട്രാൻസ്ഫോം, രൂപാന്തരപ്പെടുക, വീണ്ടെടുക്കപ്പെടുക, വീണ്ടെടുക്കപ്പെടുക. റിട്രീവ് യുവർസെൽഫ്, വീണ്ടെടുക്കപ്പെടുവാൻ അനുവദിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിക്കുക. Feel the divine light flowing throughout your body. ദൈവിക പ്രകാശം നിങ്ങളുടെ ശരീരമാകെ വ്യാപരിക്കുന്നത് സകല കോശങ്ങളിലേക്ക്, സകല കോശങ്ങൾക്കുള്ളിലെ ബോധമണ്ഡലങ്ങളിലേക്കും ബോധതലങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് അത്യുന്നതമായ ദൈവിക പ്രകാശം പ്രകാശസ്വരൂപമായി രൂപാന്തരപ്പെടുന്നത് അനുഭവിക്കുക. പ്രകാശസ്വരൂപമായി പ്രകാശ ശരീരികളായി രൂപാന്തരപ്പെടുന്നതിനെ അനുഭവിക്കുക. ആത്മാവ് വെളിച്ചമായി തീരുന്നത് അറിയുക. ആത്മാവ് വെളിച്ചമായി തീരുന്നത് അറിയുക. ആത്മാവ് വെളിച്ചമായി തീരുന്നത് അറിയുക. ആത്മദീപോഭവ, ആത്മദീപോഭവ. ഓം ആത്മദീപോഭവ, 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 ആത്മദീപോഭവ. ആത്മാവ് പ്രകാശിക്കട്ടെ, ആത്മാവ് പ്രകാശിക്കട്ടെ. ആത്മാവിനെ പ്രകാശത്തോട് ചേർത്ത് വയ്ക്കുക. ആത്മാവിനെ പ്രകാശത്തോട് ചേർത്ത് വയ്ക്കുക. ആത്മാവിനെ പ്രകാശത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. So be it. So mote it be. And so be it. ഇരുകരങ്ങളും കൂപ്പി ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ നമസ്കരിച്ച്, സ്വർഗീയമായ ആത്മചൈതന്യത്തെ നമസ്കരിച്ച്, വന്ദിച്ച്, നന്ദി പറഞ്ഞ് ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് പിരിയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നിമിഷം പോലും നിന്നിൽ നിന്നും വേർപെട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ സഹായിക്കണമേ, എന്നെ നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുമുണ്ട്. കണ്ണുകളെ തുറക്കും.